അസ്സലാമു അലൈക്കും. അവ്വാജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു പച്ച മസാല ബീഫും ബീൻസിൻ്റെ വിത്തിൻ്റെ ഒരു കറി. കണ്ടോ ഈ കറി, ഇതിലേക്കുള്ള ഇത് നിങ്ങൾ നോക്കിക്കോളി. ഞാൻ എല്ലാവർക്കും ബീഫ് പച്ച മസാലൻ്റെ ബീഫും ബീൻസിൻ്റെ വിത്തും കൂടിയുള്ള ഒരു സ്പെഷ്യൽ കറി. പച്ച മസാല, പച്ചമുളക്, പച്ച മസാല എല്ലാം കൂടി. പിന്നെ അത് ബീൻസ് ഇതായിരിക്കാം. ഈ ബീൻസ് തൊല്ലിട്ട് ഇതിൻ്റെ കുടി എടുക്കാം. എന്നിട്ട് ആ 1/4 കിലോ ഇറച്ചി, 1/4 കിലോ ബീഫ് ചെറുതായിട്ട് പീസാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കിലോ ബീൻസിൻ്റെ വിത്ത്. ഇത് ഈ ഇറച്ചി എല്ലാം ഈ പച്ച മസാല കട, പച്ചമുളക്, മല്ലി 3 സ്പൂൺ മല്ലി, ഒരു 10-15 പച്ചമുളക്, കുറച്ച് പെരുംജീരകം ചെറിയ ടീസ്പൂൺ, പിന്നെ ഗരം മസാല, പട്ട എല്ലാം പാടെ ഒരു 1/2 ടീസ്പൂൺ അതിലേക്കുള്ള. എന്നിട്ട് ഇഞ്ചി ഒരു ചെറിയൊരു കട്ട ഇഞ്ചി ഉണ്ടാവും, ഇത്ര പീസ് ഉണ്ടാവും. പിന്നെ ഒരു 50 ഗ്രാം വെള്ളുള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു തക്കാളി, ഒരു വലിയ ഉള്ളി, ഇതെല്ലാം പാടെ ഈ മസാല എല്ലാം പാടെ പൊടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്തിട്ട് കുറച്ച് ഞാനൊരു പച്ച മണം മാറാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി ഞാൻ പൊടിച്ചെടുക്കുക. നല്ലോണം ചൂടാകും. ഇത് ഈ കുക്കറൊക്കെ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഈ എണ്ണ ഒരു 50 ഗ്രാം എണ്ണയുണ്ട്, ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ സൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ വെച്ച് ഇനിയും ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ സൺഫ്ലവർ ചൂടായിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായി, അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് നല്ലോണം മൂക്കണം. ഉള്ളി മൂത്തതിൻ്റെ ശേഷം ഈ കാണിച്ച മസാല, ഈ മസാല ഞാൻ നല്ലോണം നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, മല്ലി, കുരുമുളക്, എല്ലാ ഗരം മസാല ഈ കൂട്ടാണിത്. ഇത് നല്ല നൈസായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. ഇത് ഈ മഞ്ഞൾപ്പൊടിയും ഇതും കൂടി ഉള്ളി മൂത്ത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മൂത്താൽ മതി. അത് ഇനി എണ്ണയിൽ മൂക്കാനുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പൊടിയില്ല, അതും കൂടി നല്ലോണം മൂക്കണം. ഈ മഞ്ഞൾപ്പൊടിയും ഈ മസാലയും പാടെ നല്ല മൂക്കണം. നല്ലൊരു സ്മെല്ല് വരണം. അത്രേ ഇറച്ചിടാൻ പാടില്ല. തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി മൂക്കാൻ പാടില്ല. തക്കാളീൻ്റെ കൂടി ഈ മസാല മൂക്കൂല. തക്കാളി പെട്ടാൽ അതൊരു വെള്ളം പോലെ. അപ്പോൾ എന്താവും, മൂക്കാൻ ബുദ്ധിമുട്ട് കിട്ടും, മൂത്ത് കിട്ടൂല. തക്കാളി ലാസ്റ്റ് ഇടുക. നല്ലോണം നോക്കണം. ഈ കറിച്ചപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിച്ചപ്പൊടി കൊടുക്കുക. ഒരു 2 ഇടൽ കറിച്ചപ്പൊടി കൊടുക്കുക. നല്ലോണം നോക്കണം. നല്ല സ്മെല്ല് വരാനായി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പച്ച മസാലൻ്റെ ബീഫും ഈ ബീൻസിൻ്റെ വിത്തും ഒക്കെ പാടെ നല്ലൊരു ടേസ്റ്റ്. ഇത് ചപ്പാത്തിക്കും പിന്നെ ദോശക്കും ചോറിനും ഒക്കെ പറ്റും. നല്ലൊരു കറിയാണ്. ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കല്ലുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊടിയാകുമ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് ഒരാൾ കിട്ടില്ല. അതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ, വലിയൊരു സ്പൂൺ, 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനിടാം. ഇത് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒരു 3-4 വിസിൽ വരണം. അപ്പോൾ നല്ലോണം ബീഫ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ബീൻസിൻ്റെ വിത്തും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 വിസിൽ വെക്കാം. ഇത് കുറേ വേവണ്ട ബീൻസിൻ്റെ വിത്ത്, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കില്ല. ഇതൊന്നും നല്ലോണം വേണം. കുറച്ച് മൂത്ത് മസാലയും ഇറച്ചൊക്കെ പാടെ എണ്ണയിൽ കുറച്ച് നേരം. എന്നിട്ട് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലോണം അരച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ആയിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് 1 വിസിലും കൂടി വെക്കാം. 1 വിസിലും കൂടി വെക്കണം. ഈ വിത്ത് ഇതിൽ നല്ലോണം മിക്സായി പിന്നെയാണ് നമുക്ക് ഇത് തേങ്ങ കൂട്ടേണ്ടത്. ഇതേപോലെ ആക്കിയിട്ട് ഇതൊന്നും കൂടി 1 വിസിലുണ്ടാക്കുക. വിസിലുണ്ടാക്കുക. ഈ 1 വിസിൽ വന്നാൽ ഇപ്പം നമുക്കിത് റെഡിയായി. വിസിലെല്ലാം വന്ന് നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ആക്കിയിടും. അപ്പോൾ ഇതെല്ലാം നല്ല വെന്ത് നല്ല ഈ കൂട്ടി ഇതെല്ലാം ഈ വിത്തെല്ലാം ഒന്ന് വെന്ത് നല്ല വേവായിട്ടുണ്ട് വിത്ത്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ടോളൂ. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാൻ, ഈ അരച്ച് വെച്ച ഈ നല്ല നൈസായിട്ട് അരച്ച് ഈ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കാം. നല്ല ദോശക്കും ചപ്പാത്തിക്കും ഒക്കെ ഉള്ള കറിയാണ്. ചോറിനും പറ്റും. ഒക്കെ നല്ലൊരു കറിയാണ്. നിങ്ങൾക്ക് നല്ലൊരു ഇഷ്ടപ്പെടും. ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പച്ച മസാലൻ്റെ ബീഫും വിത്തിൻ്റെ ഒരു സ്പെഷ്യൽ കറി ഒക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയും
വെല്ലമർത്തി